ഇംഗ്ലീഷ് സർവീസിന് ഞാൻ പറഞ്ഞതുപോലെ സ്തോത്രം, ഈ അധ്യായം ഞാൻ ഇംഗ്ലീഷ് സർവീസിന് പറഞ്ഞു തുടങ്ങിയ ആ തോട്ടുകളുടെ, ആ ചിന്തകളുടെ ഒരു തിയോളജി അവിടെ നമുക്ക് ലഭിക്കുവാനിടയായി തീരുകയാണ്. കുഞ്ഞുങ്ങൾക്ക് കൂടെ മനസ്സിലാകുവാൻ ഏബിൾ, ക്യാൻ യു ട്രാൻസ്ലേറ്റ് ഫോർ സ്തോത്രം? പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ അവസാനിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. എന്തായിരുന്നു? നിങ്ങൾ ഓർക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കണ്ണിനും എനിക്കൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തുടങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല. സ്തോത്രം. നമ്മൾ എന്തുവാണ് അവർ അവസാനിപ്പിച്ചത്? റിസീവ്ഡ് ഫ്രീലി ആൻഡ് ഗീവ് ഫ്രീലി. പ്രൈസ് ദി ലോർഡ്. യെസ്, 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം അല്ലെ, ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. In Matthew chapter 10 verse 5 onwards, we see from the English service we heard, I'm reading from verse 5, These 12 Jesus sent out, instructing them, go nowhere among the Gentiles and enter no town of the Samaritans, and go rather to the lost sheep of the house of Israel. അവിടെ തന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത ഒരു നിയോഗമാണ്, തന്റെ കാണാതെ പോയ ആടുകളായ തന്റെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് പോകുക, ജാതികളുടെ അടുക്കിലോട്ട് പോകണ്ടാണ്. It is a divine ordinance Jesus received from God to go nowhere among the Gentiles, but go and Gentiles and the Samaritan, but go into the lost sheep of the house of Israel. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിന് പറ്റിയൊരു ഉദാഹരണമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ ജാതിയിൽ നിന്നും ജാതിയായിരിക്കുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ കനാന്യ സ്ത്രീ, അല്ലെങ്കിൽ മറ്റു ചില ട്രാൻസ്ലേഷനിൽ കനാന്യ സ്ത്രീ, സീദോന്യ സ്ത്രീ, സീദോൻ എന്ന പ്രദേശത്ത് നിന്ന് കനാന്യ സ്ത്രീ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ കടന്നു വരുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. It is an example of that kind of a situation or a scenario where Jesus is encountering a Canaanite woman in that region. ഈ സീദോൻ എന്ന് പറയുന്ന സ്ഥലം അന്നത്തെ കാലത്ത് എഗ്ബാൽ എന്ന് പറയുന്നത് ഇസബേലിന്റെ പിതാവ് എഗ്ബാൽ ഭരിച്ചിരുന്ന സ്ഥലമാണ് സീദോൻ എന്ന് പറയുന്ന ഈ സ്ഥലം. The region called Sidon was ruled by the father of Isabel, Iqbal, the king Iqbal. അങ്ങനെയാണെങ്കിൽ ഇത് ജാതികൾ ഭരിക്കുന്ന അല്ലെങ്കിൽ ജാതികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. That means here we are talking about a region where Gentiles live. ഈ പ്രത്യേകമായ ഈ പട്ടണത്തിൽ പാർക്കുന്ന ഇതിന്റെ ബൈബിൾ കമന്ററിക്കകത്ത് പറയുന്ന ഈ പട്ടണത്തിൽ പാർക്കുന്ന 4 വീടുകളിൽ ഉള്ള തലമുറകൾക്കും ഇതുപോലുള്ള ഭൂതഗ്രസ്തമായ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നു. From several commentaries we can see that 4 out of 5 households, children in those houses were possessed by demons in similar situations. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു മാതാവ് തന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കൽ കടന്നു വരുന്ന സന്ദർഭമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. Here we see a similar situation in a household. A Canaanite woman comes to Jesus with great faith. സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചതുപോലെ യേശു കർത്താവിന്റെ ശുശ്രൂഷ അത് യഹൂദന്മാരോടായിരുന്നത് കൊണ്ട് തന്നെ ജാതികൾക്ക് ആ ശുശ്രൂഷയായിട്ട് ബന്ധമില്ലായിരുന്നു, അല്ലെങ്കിൽ ജാതികളോട് അത് ബന്ധപ്പെട്ടിരുന്നില്ല. Since Jesus was directly ministering to the Jews, it was never connected to the Gentiles. അതുകൊണ്ട് തന്നെ ഒരു കനാന്യ സ്ത്രീ വന്നപ്പോൾ യേശു കർത്താവ് അവൾക്ക് സൗഖ്യം നൽകുവാൻ, അല്ലെങ്കിൽ അവളുടെ മകൾക്ക് സൗഖ്യം നൽകുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കാത്ത ഒരു ചരിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. We see here the way Jesus responds to his disciples. He didn't want to minister to that യേശു woman. പല ഒഴിവുകഴിവുകൾ ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Jesus is trying to avoid that woman. യേശുവിന്റെ മിനിസ്ട്രിയെ തന്നെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഈ പ്രത്യേക പരിശുദ്ധ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശുവിന്റെ മിനിസ്ട്രി പ്രത്യേകിച്ച് യഹൂദന്മാർക്ക് മാത്രമായിരുന്നു. We can divide the ministry, public ministry of Jesus into 2. There was a phase where he was completely ministering to the Jews. എന്നാൽ 21-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവിന്റെ ശുശ്രൂഷ 21:42 തൊട്ടുള്ള വാക്യം ഞാൻ വായിക്കാം. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി ഇരിക്കുന്നു, ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലെങ്കിലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. But when we come to Matthew chapter 21
verse 42, 43, we read, Jesus said to them, have you never read in the scriptures, the stone that the builders rejected has become the cornerstone. This was the Lord's doing, and it is marvelous in our eyes. Therefore I tell you, the kingdom of God will be taken away from you and given to a people producing its fruits. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്ന ഈ ചിന്തകൾ, ദൈവരാജ്യം എന്ന പഠിപ്പിക്കൽ അല്ലെങ്കിൽ ദൈവരാജ്യം യഹൂദന് മാത്രം ഉണ്ടായിരുന്നതാണ്. എന്നാൽ ദൈവരാജ്യം ഇവർ തള്ളിക്കളഞ്ഞതുകൊണ്ട്, യഹൂദൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് ജാതിക്ക് 21 അധ്യായം മുതൽ അത് കൊടുത്തു തുടങ്ങുകയാണ്. Where the whole teaching of kingdom of God belonged to the Jews, but since they rejected, it was taken away from them and it was given to those people who were bearing its fruit. So 15 അധ്യായം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അധ്യായമാണ്. അതിന്റെ പശ്ചാത്തലം കുറച്ചേറെ പറയാനുണ്ടെങ്കിലും വിശദീകരിക്കുവാൻ ഇന്ന് രാവിലെ സമയമില്ല. There's a lot of context to the chapter 15 that we were reading and meditating this morning. 14 അധ്യായത്തിന്റെ 30 വാക്യത്തിൽ യേശു കർത്താവ് അവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഒരു കഥ പറഞ്ഞാണ് അവിടെ പൂർത്തീകരിക്കുന്നത്. In chapter 14 we come to a conclusion where Jesus feeds the 5,000. എന്നാൽ 15 അധ്യായത്തിന് 37 വാക്യം മുതൽ യേശു കർത്താവ് അവിടെ 4000 പേരെ 7 അപ്പം കൊണ്ട് പോഷിപ്പിക്കുന്ന ഒരു മറ്റൊരു കഥ നമുക്ക് കാണുവാൻ കഴിയും. There is another passage where we read in chapter 15 verse 32 onwards where he feeds 4,000. വേദശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് രണ്ടും യഹൂദരെയും ജാതികളെയും ആണ് ഇത് കാണിക്കുന്നതെന്നാണ്. Bible theologists say that this is a set of Gentiles and the other set is Jews. Anyway, നമ്മൾ ഈ ചിന്തയിലേക്ക് മടങ്ങി വരുന്നു. When we come back to this portion that we are ഇപ്പോൾ ഈ meditating, സ്ത്രീ സൗഖ്യത്തിന് വേണ്ടി യേശുവിനോട് ചോദിക്കുകയാണ്. this woman is asking for a healing for her daughter to Jesus. എന്നാൽ ഇവിടെ സൗഖ്യം അവൾക്ക് ലഭിക്കാത്തതിന്റെ പല കാരണങ്ങൾ കാണുവാൻ കഴിയുന്നു. There are several reasons we can see why she did not receive a healing for her daughter. പ്രധാനമായിട്ടും അവൾ ജാതിയായിരുന്നു, സ്ത്രീയായിരുന്നു, ഔട്ട്കാസ്റ്റ് ആയിരുന്നു, അൺടച്ചബിൾ ആയിരുന്നു. The main reason was she was an untouchable, she was a Gentile woman, she was a Canaanite woman, she was an outcast. എന്നാൽ ഈ പാരഗ്രാഫ് അവസാനിക്കുന്നത് യേശു അവളുടെ മകൾക്ക് സൗഖ്യം വന്നു എന്ന ആ ചിന്ത പറഞ്ഞാണ് അവസാനിക്കുന്നത്. But towards the end of that passage in verse 28 we see Jesus says that her daughter was instantly healed. ഇപ്പോൾ ഇവിടെ സൗഖ്യം ലഭിക്കാതിരിക്കാൻ ഒത്തിരി നൂറുകൂട്ടം കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും There are a lot of reasons to which we can say that she did not receive a healing. എന്നാൽ ഇവിടെ സൗഖ്യം ഉണ്ടാകാൻ ചില കാരണങ്ങൾ ഇവിടെ കാണുവാൻ There are കഴിയുന്നു. several other reasons we can see why that healing took place. ഓരോ വാക്യത്തിലും സൗഖ്യം ലഭിക്കാനുള്ള കാരണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. Each verse says or states a reason for her healing. ഒന്നാമത്തെ കാരണം 22 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. The first reason is mentioned in verse 22. അവള് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. She cries this way, have mercy on me, O Lord, son of David, my daughter is severely oppressed by a demon. 23 പദത്തിൽ പറയുന്നു, യേശു അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. In verse 23 we see, but Jesus did not answer a word to her. പിന്നെ ശിഷ്യന്മാർ ഇവിടെ വന്ന് യേശുവിനോട് പറയുന്നുണ്ട്, അവന്റെ ശിഷ്യന്മാർ അടുക്ക് വന്നു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചോണ്ട് നമ്മുടെ പുറകെ വരുന്നു And പറയുകയാണ്. the disciples go to Jesus and says, send her away Jesus, she is crying out coming behind us. ഒന്നാമത്തെ പദം ഞാൻ ഇങ്ങനെ പറയാം, അവളുടെ desperate faith. The first reason I would put it this way, she had a desperate faith. സൗഖ്യം ലഭിക്കുവാനുണ്ടായ ഒന്നാമത്തെ കാരണം അവളുടെ desperate faith ആയിരുന്നു. Her daughter was healed because of her desperate faith. ഇന്ന് രാവിലെയും സൗഖ്യത്തിന് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കട്ടെ. ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന തന്റെ മക്കൾക്ക് അവൻ സൗഖ്യം നൽകുന്ന ദൈവമാണ്. This morning let me tell you a guideline to your healing, a walk of healing. You need to have a desperate faith for your healing. യേശു കർത്താവ് അവളെ പരിഗണിക്കുന്നില്ല, ശിഷ്യന്മാർ അവളെ പരിഗണിക്കുന്നില്ല. എങ്കിലും അവൾ മറുപടിയുമായി തല്ലാതെ അവൾ മടങ്ങി പോകുകയില്ലെന്ന് അവൾ പരിപൂർണമായി നിശ്ചയിച്ചിരിക്കുകയാണ്. Jesus or the disciples did not regard her or they were not concerned about her, but she was so desperate with her faith. ഇന്ന് രാവിലെയും സ്തോത്രം മറുപടിയുമായി മടങ്ങിയുള്ളെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യന് വേണ്ടി കർത്താവ് മറുപടി അയച്ചിട്ടേ കർത്താവ് മടക്കിയേക്കത്തുള്ളൂ. If there is somebody adamant about receiving a response from heaven, the Lord will definitely respond to their cry. മാത്രമല്ല എനിക്ക് ഈ സഹോദരി ഇഷ്ടപ്പെടാൻ ഒരു കാരണം കൂടെ.
There is another reason to which I kind of like her. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പട്ടണത്തിലുള്ള എല്ലാ വീടുകളിലും മിക്ക കുഞ്ഞുങ്ങൾക്കും ഭൂതോദരം എന്ന ഈ പ്രശ്നം കഠിനമായിരിക്കുമ്പോഴും സ്തോത്രം, ഈ സ്ത്രീ വേണമെങ്കിൽ ചിന്തിക്കാം, ഓക്കെ, ഇത് എന്റെ ഡെസ്റ്റിനിയാണ്, ഇതെന്റെ നിർഭാഗ്യ അവസ്ഥയാണ് എന്ന് ജീവിച്ചു വിധിയെ പഴി പറഞ്ഞുകൊണ്ട് അവൾക്കും ജീവിതം അങ്ങനെ തന്നെ നീട്ടാമായിരുന്നു. എന്നാൽ ഇവൾ യേശുവിന്റെ അടുക്കൽ സൗഖ്യത്തിനായി കടന്നു വരികയാണ്. When we study about this region, we understand that this was a common problem of the household in that region. But this lady could have said to herself that this is my fate, this is happening across the houses, and she could have been there in her position where she was being tormented. But she decided to go to Jesus for a healing. അവൾ സ്തോത്ര യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു, ആ സൗഖ്യത്തിന് വേണ്ടി യേശുവിനോട് നിലവിളിച്ചു. അവളുടെ ജീവിതത്തിൽ ദൈവിക സൗഖ്യം ലഭിക്കുവാനിടയായി. She cried out to God, she cried out to Jesus for her healing, and she encountered that healing in her daughter's ഇന്ന് life. രാവിലെ ഒരു ഡെസ്പറേറ്റ് ഫെയ്ത്ത് നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ, നമ്മുടെ മേലുണ്ടെങ്കിൽ, ഈ രാവിലെയും സൗഖ്യം തരുവാൻ കർത്താവ് ശക്തനായ This ദൈവമാണ്. morning, if we are also moving in a desperate faith for a healing, the Lord is faithful enough to heal our bodies. Praise the Lord. Hallelujah. ഇവളെ സംബന്ധിച്ച് ഈ ചിന്ത പഠിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ഇവളിൽ വെളിപ്പെട്ട വ്യത്യസ്തമായ വിശ്വാസത്തിന്റെ അളവുകൾ. There are different levels of faith that we can see that has been revealed in this Canaanite woman. Praise the Lord. ഞാൻ ഒരു വിശ്വാസത്തിന്റെ അളവ് പറഞ്ഞതും ഡെസ്പറേറ്റ് ഫെയ്ത്ത്. There is one which we just spoke about, that is the desperate faith. മലയാളത്തിൽ എന്തോ ഡെസ്പറേറ്റ്, തീവ്രമായ ആഗ്രഹം. ഓക്കെ, തീവ്രമായ, വെരി ഗുഡ്, തീവ്രമായ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഇവിടെ ഫെയ്ത്ത്, ഞാൻ ഇങ്ങനെ ആ പദത്തിന് പേരിടുവാൻ ആഗ്രഹിക്കുന്നു, പെർസിസ്റ്റന്റ് ഫെയ്ത്ത്. The second thing is her persistent faith. മലയാളത്തിൽ സ്ഥിരമായ ഫെയ്ത്ത്. 23-ാമത്തെ വാക്യം, 24, 26. In verse 22, verse 23 to 26. വായിച്ചാട്ടെ. അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല, അവന്റെ ശിഷ്യന്മാർ. അത് നമ്മൾ വായിച്ചു. അടുത്ത് വീണ്ടും യേശു അവളോട് പറഞ്ഞ മറുപടിയാണ്. എന്താ പറഞ്ഞ്? ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. In verse 24, Jesus is answering to the disciples who told him about her, saying, I was sent only to the lost sheep of the house of Israel. അപ്പോൾ വീണ്ടും അവൾ പറയാണ്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിക്കുന്നു. Again she comes back to him and knelt down before him. 26-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയണം, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. In verse 26, Jesus is again saying, it is not right to take the children's bread and throw it to the dogs. എങ്കിലും അവൾ വിട്ടുകൊടുക്കുന്നില്ല. And even though still she is so adamant about her faith. യേശു എത്ര പ്രാവശ്യം അവളുടെ ആവശ്യത്തെ റിജക്ട് ചെയ്തു? How many times did Jesus deny her request or her prayer? 23, 24, 26, at least 3 പ്രാവശ്യം. At least 3 times we can see in just 3 verses Jesus denying her request. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ആവശ്യത്തെ ആരെങ്കിലും ഒരു പ്രാവശ്യം റിജക്ട് ചെയ്ത? Can we think about ourselves, if one person, a friend of ours, rejects something that we are requesting him for one time? രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ അവരുടെ മുൻപിൽ നിൽക്കുമോ? Will we go to that person for the second time? പക്ഷേ ഇവളുടെ വിശ്വാസം നോക്കിക്കേ. Look at her faith. 3 പ്രാവശ്യം യേശു അവളെ റിജക്ട് ചെയ്തു. 3 times Jesus is rejecting. എന്നിട്ടും അവൾ പെർസിസ്റ്റന്റ് ഫെയ്ത്തോടെ, നിലനിൽക്കുന്ന വിശ്വാസത്തോടെ യേശുവിന്റെ കാൽക്ക് നിൽക്കുക. Still she had that persistent faith with which she approached Jesus again and again. അതൊരു വിശ്വാസത്തിന്റെ അളവാണ്. That's a great level of faith. Unless you bless me. Amen. Unless you bless me, അങ്ങനെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. I will not leave you. യാക്കോബ് പറഞ്ഞതാ. Amen. This is what Jacob said. സ്തോത്രം. Amen. കാറ്റ് കാണുന്നില്ല, കോള് കാണുന്നില്ല. I don't see any signs of wind or storm. എന്നാൽ വിശ്വാസത്തോടെ കുഴികളെ വെട്ടുവീൻ. But dig your holes with faith. കുഴി വെട്ടിക്കൊണ്ടിരിക്കുക. Amen. You're starting to dig your holes. കാറ്റും കാണുന്നില്ല, കോളും I കാണുന്നില്ല. see no signs of rain. പക്ഷെ കുഴി വെട്ടിക്കൊണ്ടിരിക്കുക. But keep digging your holes. Keep digging holes. Keep digging your holes. സ്തോത്രം. ഇതിന് പെർസിസ്റ്റന്റ് ഫെയ്ത്ത് വേണം. For this you need that persistent faith. ഇന്ന് പ്രസംഗിക്കുമ്പോൾ ഈ വിശ്വാസത്തിന്റെ ഈ അളവ് ഒരു ഭയങ്കര അളവാ. This morning when I preach about this is a greater extent or a reality of faith. ഇന്ന് രാവിലെ ഈ സഹോദരൻ നമുക്ക് പഠിക്കാനുള്ള ഒരു അളവായത്. This morning this is something that we can learn from this Canaanite woman. 1 വർഷം പ്രാർത്ഥിച്ചു,
കർത്താവ് മറുപടി തന്നില്ലെങ്കിൽ പലരും പ്രാർത്ഥന നിർത്തും. If we pray all year long for a particular prayer request, and if Jesus doesn't show up or we don't see our reply, we stop praying. എന്നാൽ അബ്രഹാം എത്ര വർഷം പ്രാർത്ഥിച്ചെന്നറിയാമോ? Do you know how many years Abraham prayed? എത്ര വർഷമാ? പാസ്റ്റർമാര് പറഞ്ഞാട്ടെ, 26 വർഷം പ്രാർത്ഥിച്ചു. Abraham prayed for 26 years വാഗ്ദത്ത തലമുറയ്ക്ക് വേണ്ടി, for that promised child. അതുകൊണ്ടാണ് അവനെ വിശ്വാസിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. That is why he was counted as the father of faith. ഈ വിശ്വാസം എന്ന് പറയുന്ന വേറൊരു സാധനം കേട്ടോ. Faith itself is a whole different thing. വിശ്വാസം എന്ന് പറയുന്നത് പറയുമ്പോൾ ഓക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം അങ്ങനെ സംഭവിക്കണമെന്നുള്ള ഒരു സാധനമല്ല. More than having a faith or believing that we pray for something and it will happen. അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ അകത്ത് എൻ്റെ ക്രിസ്തുവിലുള്ള ആഴമേറിയ ബന്ധം. It depicts a strong relationship or trust on God on something that we believe for. ഈ സഹോദരിയെ നോക്ക്. Look at this woman. ഈ സഹോദരിക്ക് ഈ ബന്ധം ഉണ്ടായിരുന്നു. Did she have this relationship with God? സത്യം പറഞ്ഞ ജാതിയാ ഇവള്. She's a Gentile woman. കർത്താവിനെ കുറിച്ച് ഇവൾക്ക് എത്ര ഐഡിയ ഉണ്ടെന്ന് അറിയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. We have no idea how much she knows or she's knowledgeable about God. ഇവൾക്ക് കർത്താവിനെ കുറിച്ചുള്ള ഐഡിയ ഒരു പിടുത്തം എനിക്ക് അറിയത്തില്ല. I have no idea if she has any kind of knowledge about God. പക്ഷേ But യേശു 3 പ്രാവശ്യം ഇവളുടെ ആവശ്യത്തെ തൃണവൽക്കരിച്ചപ്പോഴും ഇവൾ persistent ആയിട്ട് നിൽക്കുക. But all these 3 times when Jesus ignored or rejected or denied her prayer request, she was so persistent in approaching Jesus again and again. എന്താ കാരണം? Do you know what is the reason? ഇവൾക്ക് കർത്താവിൽ ഉറപ്പുണ്ടായിരുന്നു. She had a huge trust or courage in Jesus. ഇവൾക്ക് ഈ യേശുവിനെ അറിയാം. She knows about Jesus. യേശു റിജക്റ്റ് ചെയ്തിട്ടും, even after he rejected her, അവന്റെ നാവ് കൊണ്ട് റിജക്റ്റ് ചെയ്യുമ്പോഴും, even when he is openly with his mouth rejecting her, ഇവൾക്ക് ഈ നാഥനെ അറിയാവുന്നവളാ ഇവള്. she knows this Jesus whom she is talking to or approaching. അതുകൊണ്ടാണ് ഈ നാഥൻ 3 പ്രാവശ്യം റിജക്റ്റ് ചെയ്തപ്പോഴും ഇപ്പോഴും നിൽക്കുക ഇവിടെ. That is exactly why she is still staying put in her position even after Jesus rejecting her. ഞാൻ അതുകൊണ്ട് പറയുന്നത്, ഇന്ന് രാവിലെ നിങ്ങൾ എന്റെ കൂടെ വരണോ? That is exactly why I am preaching this morning. ഞാൻ പറയുന്ന വെളിപ്പാട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയത്തില്ല. I hope you are understanding what I am ചിലർക്കൊക്കെ preaching. മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം. Some are understanding, I know. ഇവിടെ ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. Only if you stay ഇപ്പൊ very ബൈബിൾ attentive. വായിച്ചുകൊണ്ടിരുന്ന മനസ്സിലാകത്തില്ല. If you wouldn't understand if you are deep into your Bible reading it. രൂത്ത് എന്ന് പറയുന്ന ഒരു സഹോദരി. There is a woman named Ruth. ഈ രൂത്ത് ഈ എന്താ പറയുന്നേ, രൂത്ത് കണ്ട ദൈവം എന്തുവാ? What is the picture of God Ruth had in her mind? നമ്മളൊക്കെ കണ്ട ദൈവം വിടുവിക്കുന്ന ദൈവത്തെയാ. We all have seen the God who delivers. എന്നാൽ രൂത്ത് കണ്ട ദൈവം ഏതാ? But what is the picture of നവോമി God? രൂത്തിനെ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തല്ലോ. Naomi is the one who introduces God to Ruth. നവോമി പരിചയപ്പെടുത്തി കൊടുത്ത ദൈവത്തിന്റെ പ്രത്യേകത എന്താ? What are the specialities of that God whom Naomi introduced to Ruth? ഭർത്താവ് മരിച്ചു. She lost her husband. അമ്മായിപ്പൻ മരിച്ചു. She lost her father-in-law. ബ്രദർ ഇൻ ലോ മരിച്ചു. She lost her brother-in-law. വീട്ടിലെ ആണുങ്ങൾ മുഴുവൻ പോയി. All the men in the family are എന്നിട്ട് രൂത്ത് പറയാണ്, still Ruth നവോമിയോട് പറയാണ്, Ruth is saying to Naomi, നിന്റെ ദൈവം എന്റെ ദൈവം. your God is my God. നിന്റെ ദൈവം എന്റെ ദൈവം. Your God is my God. ഇതിന്റെ പേര് persistent faith. This is called a persistent faith. ചിലർക്ക് കത്താൻ തുടങ്ങിയിട്ടുണ്ട്. Some people are starting to understand. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ശദ്രക് മേശക് അബേദ്നെഗോ. There are 3 boys we read about, Shadrach, Meshach, Abednego. ഈ ശദ്രക് മേശക് അബേദ്നെഗോ പറഞ്ഞൊരു മറുപടി ഉണ്ട്. There is a reply that these boys put forth before the king. എന്താ പറഞ്ഞത്? നീ ദൂര സമഭൂമിയിൽ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ ആരാധിക്കാൻ പോകുന്നില്ല. We are not going to bow down or worship this statue that you put ഞങ്ങളുടെ before ദൈവം us. ഞങ്ങളെ വിടുവിക്കും. Our God will deliver us. ഇനി ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും Even if our God does not deliver ഞങ്ങൾ us, ആരാധിക്കുകയില്ല. we will not worship this statue. എന്താ കാരണം? Do you know why? അവർ ദൈവത്തെ അറിയാം. They know God.
വിടുവിച്ചാലും ഇല്ലെങ്കിലും അറിയുന്ന ഒരു ദൈവം. Amen. There is a revelation about God which we knows even if he delivers or if he doesn't deliver or he does not deliver. Come on. Amen. Hallelujah. Amen. വിടുവിച്ചാലും ഇല്ലെങ്കിലും അറിയുന്ന ഒരു ദൈവം. There is a God who even if he delivers or he does not deliver, there is a revelation കനാന്യ of സ്ത്രീ God. പറയാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്. This is what the Canaanite woman says indirectly or ഇവിടെ പറയാണ്, നീ എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും even if you deliver, heal my daughter or not, ഞാൻ ഇവിടെ തന്നെ കാണും. I will be here. I will keep asking this. ഞാൻ ഇവിടെ കാണും. I will be here. അതൊരു വിശ്വാസമാണ്. That is a faith. Come on. അതൊരു വിശ്വാസമാണ്. That is a faith. ഇന്ന് രാവിലെ നമ്മിൽ അങ്കുരിക്കേണ്ട വിശ്വാസം അതാ. This is the kind of faith that has to be triggering us, that has to be stirring our hearts. ഇങ്ങനെ ഒരു വിശ്വാസം അകത്ത് വ്യാപരിക്കാൻ തുടങ്ങിയാൽ, If we can operate in this kind of a faith in our lives, ആ വിശ്വാസത്തിന്റെ പേരാണ് persistent faith. that is the kind of faith we call as persistent faith. അചഞ്ചലമായ A വിശ്വാസം. faith that cannot be shaken. ആർക്കും തളർത്താൻ പറ്റാത്ത വിശ്വാസം. Nobody can put your faith down. ഒരു കാരാഗ്രഹത്തിന് ഉടയ്ക്കാൻ കഴിയാത്ത വിശ്വാസം. No prison walls can break your faith. ഒരു തിരമാലയ്ക്കും പടകിനും മുക്കാൻ കഴിയാത്ത വിശ്വാസം. No waves or boats can sink your ഇന്ന് രാവിലെ faith. ഞാൻ പറയാം, പടകും തിരമാലയും നിന്റെ വിശ്വാസം കണ്ട് നാണിച്ച് അവര് പണി നിർത്തി പോകും. I mean, all these torments and trials in the seas that you face will be ashamed of your faith, that to the extent of your faith. Praise the Lord. Hallelujah. Praise the Lord. ഓരോ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ആത്മാവിൽ ഏറ്റെടുക്കുന്നുണ്ട്. There are some people who are receiving this in their spirit. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വെളിപ്പാട് തന്നു Holy തുടങ്ങിയിരിക്കുക. Spirit is starting to reveal himself this ഓ morning. രാബാ ശന്തരേദി അന്തര. Praise the Lord. നിന്നെ ഭയപ്പെടുത്താവുന്ന ഓർത്താ പടകും തിരമാല നിൽക്കുന്നേ. All these problems that are coming against you are expecting you to be afraid. കാര്യം നിന്റെ കൂടെ ഉള്ള 276 പേരും അവരും നിലവിളിച്ചോണ്ടായിരിക്കുന്നത്. All of the 276 people with you are afraid of their life. എന്നാൽ സ്തോത്രം, ഇപ്പോൾ സ്തോത്രം, ഈ പടകിനും തിരമാലയ്ക്കും നിന്നോട് അടുക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ അകത്തൊരു അചഞ്ചലമായ വിശ്വാസം. There is an unshakable faith that is stirring inside of your heart, which is not allowing those problems to overtake you. പൈശാചിക മണ്ഡലങ്ങൾ പോരാട്ടം നിന്റെ ശരീരത്തോടും ജീവിതത്തോടും കുടുംബത്തോടും തലമുറയോടും അഴിച്ചുവിടും. There are problems that will come against your bodies, your families, your children. നിന്റെ ശുശ്രൂഷക്കെതിരെ അഴിച്ചുവിടും. Against your ministry, problems will നിന്റെ arise. കുടുംബത്തിനെതിരെ അഴിച്ചുവിടും. Against your family's problems will നിന്റെ arise. ജോലിക്കെതിരെ അഴിച്ചുവിടും. Against your job, problems will നിന്നെ arise. തകർക്കാൻ അവന്റെ അവസാനത്തെ അവന്റെ പഴുതും അവൻ നോക്കും. But the enemy will try his best to come against you. എന്നാൽ ഇന്ന് പകൽക്കാല അകത്തു വിശ്വാസമുള്ള ഒരുവനെ തോൽപ്പിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് But കഴിയത്തില്ല. no power can overcome a man with greater persistent faith that is stirring up inside his heart. അകത്ത് ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു ദൈവ പൈതലെ ഈ ലോകത്തിലെ ഒരു രോഗത്തിന് തോൽപ്പിക്കാൻ A കഴിയത്തില്ല. child of God who has been stirred up by the faith in God cannot be overcome by any powers of ഒരു God. പ്രശ്നങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയത്തില്ല. No problems can overtake him. കാര്യം അകത്ത് ദൈവത്തിൽ അവന്റെ അത്രയ്ക്ക് വിശ്വാസം. There is this kind of a greater extent of faith that has been stirred up inside his heart. അവനെ കാണുമ്പോൾ ഇപ്പോൾ സ്തോത്രം, ഇന്നലെ പേടിപ്പിച്ച പടകം തിരമാല ഇവനിപ്പോ സല്യൂട്ട് അടിച്ചിട്ട് മാറി നിൽക്കുക. Those problems that made him afraid previously or the previous day is moving away and giving him way because of his ഇവനെ faith. തൊടാൻ പറ്റുന്നില്ല. That cannot touch him. ഇവനെ തൊടാൻ പറ്റുന്നില്ല. Cannot touch him. കാര്യം ഇവന്റെ ചുറ്റിന് ഒരു പ്രൊട്ടക്റ്റീവ് ഫെയ്ത്തിന്റെ ഒരു കരമുണ്ട് അവിടെ. There is a huge protective layer of faith that has been stirred up through God inside of his heart. ഇന്ന് രാവിലെ ആ പ്രൊട്ടക്റ്റീവ് ഫെയ്ത്ത് നിന്റെ ചുറ്റിന് ഇന്ന് രാവിലെ വ്യാപരിക്കട്ടെ. There is that kind of a protective faith. Let that be entangling you around your life. ഇന്ന് രാവിലെ നീ തീയിലിറങ്ങുമ്പോൾ When you step into fire, ആ തീക്കകത്ത് ഈ പ്രൊട്ടക്റ്റീവ് ഫെയ്ത്ത് നിന്നെ കാക്കും. there will be a layer around you protecting you that is of faith inside നീ that fire. വെള്ളത്തിലിറങ്ങുമ്പോൾ When you step into ഈ waters, പ്രൊട്ടക്റ്റീവ് ഫെയ്ത്ത് നിന്നെ ആ വെള്ളത്തിൽ കാക്കും. this protective layer of faith will protect you. വെള്ളം പലരെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്, പക്ഷെ നിന്നെ കൊല്ലാൻ പറ്റുന്നില്ല. Water has taken away lives of so many, but your life will be safe തീ inside the പലരെ waters. തകർത്തിട്ടുണ്ട്, തീ പലരെ നശിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നിന്റെ ശരീരത്തെ തൊടാൻ പറ്റുന്നില്ല. Fire has distracted a lot of lives, but your life is safe. കാര്യം നീ ഒരു പ്രൊട്ടക്റ്റീവ് ഫെയ്ത്തിനകത്താ. But you are encamped in that protective faith. ദൈവത്തിന്റെ
ഉള്ള അചഞ്ചലമായ വിശ്വാസം. There is this unshakable faith in God. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹൂറാബാഷേരേ ലേശേരിയാംധരേ ലാംഥോറിയാംധരാബ. എന്തിനാ ദൈവം ഇങ്ങനെ അനുഭവങ്ങൾ തരുന്നതെന്ന് അറിയാമോ? You know why the Lord lets us through all these experiences? ഈ അളവിലേക്ക് നിന്നെ കേറ്റാനാ. It is to get you into this greater level of faith. ഇന്നലെ വരെ കാണാത്ത അനുഭവം നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാ? Do you know why you have all these problems that you've never seen before? ഇന്നലെ വരെ കാണാത്ത തിരമാല എന്തുകൊണ്ടാണ് ഇന്ന്? Do you know why you have all these waves that are against your life? ഈ സമയത്താണ് നീ രുചിച്ചറിയുന്നത്. This is the time when you will taste and ഈ see. സമയത്താണ് നീ അനുഭവിച്ചറിയുന്നത്. This is the time when you ഈ experience and സമയത്താണ് see. നീ സാമീപ്യം This അനുഭവിക്കുന്നത്. is the time when you experience the ഈ affection of God. സമയത്താണ് അവന്റെ മഹത്വം നീ അറിയുന്നത്. This is when you realize the glory of God. ലോകം എന്തും പറയട്ടെ, Whatever the world says, മനുഷ്യൻ എന്തും പറയട്ടെ, whatever the world പക്ഷെ says, നിനക്കൊന്നറിയാം, you know something. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. My Redeemer lives. Hallelujah. എന്റെ വീണ്ടെടുപ്പുകാരൻ My ജീവിച്ചിരിക്കുന്നു. Redeemer lives. ഓ, 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 ഓ. Thank you, Jesus. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ In verse 26, യേശു അവളോട് പറഞ്ഞ ഒരു പദം we see this word. In- Jesus says, എന്നെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയ പദമാ. this is the word that hurt me so much. എന്നെ മുറിപ്പെടുത്തി. This is what hurt me personally. എന്താ മുറിപ്പെടുത്തിയെന്നറിയാം? Do you know what it is? സൗഖ്യത്തിന് വേണ്ടി നിൽക്കുന്നവരോട് കർത്താവ് പറയാ, To that lady, that woman who is asking for a healing, Jesus is saying, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കത്തില്ല. I will not take the bread of the children and throw it to dogs. പബ്ലിക്കലി പറഞ്ഞാൽ, In public terms, in simple terms, when we say, യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ in the context of the Gentiles, എന്നെ സ്ത്രീയായും ഒരു നായായും ജനിപ്പിക്കാതിരുന്നതിനായി സ്തോത്രം. thank you for not giving me a life as a woman or as a dog. That means നായ് അശുദ്ധിയെ കാണിക്കുന്നത്. Unholiness is what dog depicts. അപ്പം ഇവിടെ യേശു പറഞ്ഞു, നീ അശുദ്ധിയാ. Jesus is publicly addressing her എന്റെ as മക്കളുടെ unholy. അപ്പം നിനക്ക് ഇല്ല. There is no part in the bread that I've kept for the children in this table. അത് നായ്ക്കുട്ടിക്ക് തരത്തില്ല, നായ്ക്ക് തരത്തില്ല. It will not be put to the dogs. ആ പദം ഞാൻ സത്യം പറഞ്ഞ എക്സിജീസ് ചെയ്തൊരു പദമാണ്. There is that particular word. യേശു അവിടെ പറയുമ്പോൾ നായെന്ന് അവിടെ ഉദ്ദേശിച്ച് പറഞ്ഞത്. When Jesus is saying that verse, it means dog. എന്നാൽ ഇവൾ ഇതിന് മാറ്റം വരുത്തി. But she made a difference to that context. ഇവള് പറഞ്ഞു, She says, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്കിട്ടു. അവള് പറഞ്ഞു, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ കഴിക്കും. She says to Jesus like this, yes, Lord, yet even the dogs eat the crumbs that fall from the master's യേശു table. ഇവളെ വിളിച്ചത് നായെന്ന്. Jesus addressed her as a dog. എന്നാൽ ഇവൾ ആ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി ആക്കി. But she turned the whole context around into a positive context. എങ്ങനെയാന്ന് പറയാം. Let me tell you how. ഗ്രീക്കുകാർക്ക് To the Greek, നായ് ഇറ്റ്സ് ഓൾവേസ് പെറ്റ് ഡോഗ്. in the Greek, for the dogs are pets for those people. ഏഷ്യൻസിന് For Asians, പട്ടി എന്ന് പറയുന്നത് പെറ്റാണ്. dogs are meant to be pets. അമേരിക്കക്കാരന് അത് പെറ്റാണ്. For all the people in the America, it's a pet. യഹൂദന് ഇത് അശുദ്ധിയുടെ സിംബലാ. For the Jews, it is a symbol of unholiness. എന്നാൽ ഗ്രീക്കിന് ഇത് പെറ്റാ. But for the Greek or for the other set of people, it is a pet. യേശു ഇവളെ നായെന്ന അഭിസംബോധന ചെയ്തത്. Jesus is addressing her as a dog. എന്നാൽ ഇവൾ ഏറ്റെടുത്തത് നായെന്നല്ല, പെട്ടെന്ന് ഏറ്റെടുത്തത്. But she took it in the sense of a pet. എത്ര പേർക്ക് ഇത് രാവിലെ മനസ്സിലായി? Amen. Hallelujah. ഇവളെ യേശു കേട്ടു ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. Hallelujah.
യേശു ഇവളെ അഭിസംബോധന നായെന്നാണ്. Jesus was addressing her publicly as a dog, എന്നാൽ ഇവൾ ഏറ്റെടുത്തത്, ഇവൾ റിസീവ് ചെയ്ത pet. but she took it in a context of addressing it as a pet. Hallelujah. ഇതാണ് മറുപടി എന്ന് പറയുന്നത്. Amen. This is the kind of change in the context as a reply. ഇതിന്റെ മുമ്പിൽ കർത്താവ് തകർന്നുപോയി. In that point when she replied that way, Jesus couldn't resist that healing. പിന്നെ കർത്താവിനൊന്നും പറയാനില്ല. Jesus didn't have anything to say. സ്തോത്രം. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. 28ാമത്തെ വാക്യം നോക്ക്. Verse 28 we see. ഇത്രയും പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ പദം എന്താണെന്നറിയോ? നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ സംഭവിച്ചോട്ടെ. Hallelujah. Do you know what happened there? Jesus is saying, "Oh women of great faith, be it done for you as you desire." എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ ഒരു മനസ്സിലായിരുന്നു. I have no desire to heal you പക്ഷേ personally. നീ വിശ്വാസത്തെ പിടിച്ചു വാങ്ങി. But your faith has pulled down your miracle. നീ മറുപടി പിടിച്ചു വാങ്ങി. But your faith has pulled I down your release that miracle. healing. I release that healing according to your release that desire. healing. I release that അതുകൊണ്ട് healing. നീ പറഞ്ഞത് അതുപോലെ ഭവിക്കുകയാണ്. According to your desire, let നീ it എന്ത് happen. പറഞ്ഞാലും അതുപോലെ ഭവിക്കുകയാണ്. According to your desire, because of your faith, let it വിശ്വസിക്കുന്ന happen. ദൈവമക്കൾ സ്തോത്രം How പറഞ്ഞാട്ടെ. many of you receive it അതിൽ this നിന്ന് morning? തുടങ്ങുന്ന ദൈവത്തെ സ്തോത്രം How പറഞ്ഞാട്ടെ. many of you will receive it this morning? Rabba Satana Martinia. Re Kebasia Karati Limana. Oh Jesus. ഇന്ന് രാവിലെ This morning. ഈ പുസ്തകത്തിൽ ഈ കഥ എഴുതാനുണ്ടായ കാരണം, Do you know the reason behind why this passage or this incident is recorded in this book? എന്തിനാന്ന് ചോദിച്ചാൽ Do you know why? അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ, It is to make application about it in our lives. അല്ലാതെ ആരാണ്ട് ജീവിതത്തിൽ നടന്നത് ചുമ്മാ വായിച്ചിട്ട് സ്തോത്രം വായിച്ചിട്ടിരിക്കാനല്ല. It is not just to read about something that happened somewhere to some women, but it is to take application from that incident. നെഗറ്റീവ് പോസിറ്റീവ് ആകാൻ നിനക്ക് കഴിക്കും. You have the authority to change your negative circumstances into a positive one. ദൈവത്തിന് മറുപടി തരാനായിട്ട് ഇവിടെ മനസ്സിലായിരുന്നു. Amen. Jesus didn't want to personally heal her, പക്ഷെ അവൾ പെറ്റാക്കി. but she took it in a context of the positivity of being a pet. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിനക്ക് ഇഷ്ടം പോലെ എടുത്തോ മോളെ. And that brought Jesus to a point where he said, "Oh woman of great faith, may it happen to you as you desire." എത്ര സൗഖ്യം വേണ്ടി അത്ര എടുത്തു. How much ever healing you want, whatever you desire, എത്ര take വിടുതല it. നിനക്ക് വേണ്ടി അത്ര വിടുതല എടുത്തോ. Whatever deliverance you want, take it from me. എത്ര മറുപടി നിനക്ക് വേണ്ടി അത്ര മറുപടി എടുത്തോ. How much ever reply you want, take it from me. അത് നിന്റെ ഇഷ്ടമാ. It is up to ഞാൻ you. നിനക്ക് വിട്ടു It തന്നിരിക്കുക. is your desire. അത് നിന്റെ ഇഷ്ടത്തിൽ I give it up to you. അതുപോലെ അത് Let സംഭവിച്ചോട്ടെ. it happen the way you desire. ഓ രാബാ ശംധരാ ബാബാ. എല്ലാവരും ദിവസം ഇരുന്നേറ്റാട്ടെ. Let's all raise to our feet this morning. Praise the Lord. Praise the Lord. ഇന്ന് രാവിലെ വീണ്ടും വിശ്വസിച്ചാട്ടെ. Let's believe again together. കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദത്തമാ, this is a season of miracle. Amen. It is the promise of God He has given unto us. This is a season of miracles. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് എന്റെ ജീവിതത്തിൽ this is a season of miracle. Amen. If you don't receive it or not, for my life as far as I am concerned, this is a എന്റെ season of തലമുറയ്ക്ക് miracles. ഇത് season of miracle. This is a season of miracles for my children. പലതും എനിക്ക് അസാധ്യമായി എന്റെ മുൻപിൽ നിൽപ്പുണ്ട്. All those things that are impossible for me, പക്ഷേ എനിക്കറിയാം എന്റെ കർത്താവിനെ. I know my God. എന്റെ നാഥനെ എനിക്കറിയാം. I know my dear എന്റെ God. വീണ്ടെടുപ്പുകാരനെ I എനിക്കറിയാം. know my Redeemer. അവൻ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്ന എനിക്കറിയാം. My Redeemer lives as I know. അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. Hallelujah. I will keep waiting for him no matter what. യോബ് പറയുക, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. Job says this way, even if he takes my life away, I will wait for him. ഈ വിശ്വാസം ഇന്ന് രാവിലെ നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഈ രാവിലെ നിന്റെ ജീവിതത്തിൽ ഇത് അത്ഭുതമായി തീരുകയാണ്. Let that bring forth the miracle if the great faith is operating inside of